എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നൊരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. നമുക്ക് ഈ അപ്പത്തെ അവലപ്പെന്നോ അല്ലെങ്കിൽ അവൽ ദോശ എന്നോ ഒക്കെ പറയാം. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പം തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു 4 കപ്പ് പച്ചരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ രാവിലെ തന്നെ വെള്ളത്തിലിട്ട് വെച്ച പച്ചരിയാണ്. അപ്പോൾ നമുക്ക് രാത്രിക്കത്തേക്ക് അരച്ചെടുക്കാൻ പറ്റും. ഇനി അതല്ല നമ്മൾ രാവിലെയാണ് അരച്ചെടുക്കുന്നതെങ്കിൽ തലേദിവസം രാത്രി തന്നെ നമുക്ക് പച്ചരി വെള്ളത്തിലിട്ട് വയ്ക്കാം. ഈ പച്ചരി ഇപ്പോൾ ഞാൻ ഒരു 5-6 പ്രാവശ്യത്തോളം നന്നായിട്ട് കഴുകിയെടുത്തതാണ്. ഇനി നമുക്കിത് അരച്ചെടുക്കണം. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇനി വേണ്ടത് അവലാണ്. അപ്പോൾ അവൽ ഞാനൊരു 2 കപ്പ് ഒരു 10 മിനിറ്റ് മുന്നേ, നമ്മൾ അരയ്ക്കുന്നതിന് ഒരു 10 മിനിറ്റ് മുന്നേ കുറച്ച് വെള്ളത്തിലിട്ടിട്ടൊന്ന് കുതിർത്തെടുത്തതാണ്. പിന്നെ നമ്മൾ പച്ചരി എടുക്കുന്ന ഏത് കപ്പിലാണോ അതേ കപ്പിൽ തന്നെ അവലും എടുക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മളിപ്പോൾ പച്ചരി ഒരു 4 കപ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അവലെടുക്കുമ്പോൾ അതിൻ്റെ നേർ പകുതി മാത്രം എടുത്താൽ മതി. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്കിനി ഇതെല്ലാം ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ 2 ബാച്ചായിട്ടാണ് അരച്ചെടുക്കുന്നത്. ആദ്യം പച്ചരിയുടെ ഒരു പകുതി ഭാഗം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള അവലിൻ്റെ ഒരു പകുതി ഭാഗവും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് അരച്ചെടുക്കാം. പിന്നെ ഈ ഒരു അപ്പത്തിൽ നമ്മൾ തേങ്ങ ചേർക്കുന്നില്ല. വേണമെങ്കിൽ ചേർക്കാം, പക്ഷേ ഞാൻ തേങ്ങ ചേർക്കുന്നില്ല. തേങ്ങ ചേർക്കാതെ തന്നെ നമ്മുടെ അപ്പം നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അതുപോലെ നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ ഞാൻ അവലും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈസ്റ്റ് ഒരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ ഇട്ട് കൊടുക്കാം. നല്ല തണുപ്പുള്ള സ്ഥലമൊക്കെ ആണെങ്കിൽ നമുക്ക് എന്തായാലും 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കേണ്ടി വരും. ഇനി അതല്ല നല്ല ചൂടുള്ള സ്ഥലമാണെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. ഞാൻ സാധാരണ 1/4 ടീസ്പൂണാണ് ഇടാറ്. പക്ഷേ ഇന്നിപ്പം മഴയൊക്കെ പെയ്തതുകൊണ്ട് തന്നെ അത്യാവശ്യം തണുപ്പുണ്ട്. അതുകൊണ്ട് ഞാനൊരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ആവശ്യത്തിന് വെള്ളവും കൂടി ഇനി ചേർത്ത് കൊടുക്കാം. വെള്ളത്തിൻ്റെ അളവ് ഞാൻ കറക്റ്റ് പറയുന്നില്ല. ഏകദേശം നമുക്കറിയാമല്ലോ എന്തോരം വേണമെന്ന്. അപ്പോൾ അതിനനുസരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാൻ ആദ്യത്തെ ബാച്ച് അരി അരച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ ബാക്കിയുള്ള അരിയും കൂടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറൊന്ന് കഴുകിയിട്ട് ആ വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്കിനി ഇത് ഒരു 1-2 മിനിറ്റ് കൈകൊണ്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. നമ്മൾ കൈകൊണ്ട് തന്നെ മിക്സാക്കി എടുക്കുക. അപ്പോഴാണ് ഇത് നന്നായിട്ട് പൊന്തി വരുള്ളൂ. ഇതിപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വയ്ക്കാം. ഇതിപ്പോൾ ഞാൻ ഓവർനൈറ്റാണ് വെച്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക് നാളെ രാവിലെ കാണാം. ഇതിപ്പോൾ പിറ്റേ ദിവസം രാവിലെയാണ്. അപ്പോൾ നമ്മുടെ മാവൊക്കെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. പിന്നെ ഇന്നലെ നമ്മൾ ഒഴിച്ചു വെച്ച പാത്രമൊക്കെ ഞാനൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ മാവൊക്കെ ഇപ്പോൾ പൊന്തി താഴെ പോയേനെ. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയും കൂടെ കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് ഉപ്പും അതുപോലെ വെള്ളമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ആദ്യം ഒരു അപ്പം ചുട്ട് നോക്കുക. അപ്പോൾ അതിൽ എന്തെങ്കിലും പോരായ്ക ഉണ്ടെങ്കിൽ അതിന് ശേഷം നമുക്ക് ചേർത്തിട്ട് ചുട്ട് കൊടുത്താൽ മതി. ഇപ്പം നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പം ചുടാൻ തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ മാവ് കോരി ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ അപ്പം ചുടുന്ന സമയത്ത് ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. നമ്മൾ ഇതുപോലെ മാവ് കോരി ഒഴിക്കുന്ന സമയത്ത് നമ്മുടെ തീയ് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ കൊമ്മളുകൾ വരാൻ തുടങ്ങുമ്പോൾ നമുക്ക് തീ ഒന്ന് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ അടിവശമൊക്കെ കരിഞ്ഞു പോകും. എന്നിട്ട് നമുക്കിത് അടച്ചു വെച്ച് കൊടുക്കാം. ഇപ്പം നമ്മുടെ അപ്പം ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഒട്ടും ഒട്ടിയൊന്നും പിടിക്കണില്ല. അപ്പോൾ അതിനർത്ഥം ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടെന്നാണ്. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ അപ്പം നല്ല ഹോൾസൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള അപ്പം കൂടെ പെട്ടെന്നൊന്ന് ചുട്ടെടുക്കാം. ഇതുപോലെ നന്നായിട്ട് ഹോൾസ് വന്നതിന് ശേഷം നമ്മൾ അടച്ചു വെച്ച് കൊടുത്താൽ മതി. തീ ലോ ഫ്ലെയിമിലും ഇട്ട് കൊടുത്താൽ മതി.
അപ്പോൾ ഞാൻ കുറച്ച് അപ്പം ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ ഒരു അളവ് മാവിന് ഒരു 3 ദിവസത്തേക്കുള്ള അപ്പം ഉണ്ടാവും. ഞാൻ സാധാരണ ഒരാഴ്ചത്തേക്ക് ഇതുപോലെ അരച്ച് ഫ്രിഡ്ജിൽ വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഒരു കുഴപ്പം ഉണ്ടാവില്ല നമ്മുടെ അപ്പത്തിന്. നമ്മൾ അപ്പം ചുടുന്നതിന് ഒരു അരമണിക്കൂർ മുന്നേ മാവ് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തിട്ട് അതിൽ വെള്ളം ചേർക്കണമെങ്കിൽ ആ സമയത്ത് തന്നെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒരു അരമണിക്കൂർ വയ്ക്കുക. അതിനുശേഷം ചുട്ടെടുത്താൽ മതി. നല്ല അപ്പം തന്നെ കിട്ടും. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.